ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി 12 മണി ആവാറായി. അപ്പോൾ അമ്മ അച്ഛനും നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മളിവിടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു വിളിക്കുന്നറിയാതിരിക്കുകയാണ് ഞങ്ങൾ, എന്താ പറയുക. സോ അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വിചാരിച്ചു, അടുക്കളയിൽ നല്ല ഗ്യാസിൻ്റെ സ്മെല്ലുണ്ട്, സോ അത് പറഞ്ഞു വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിളിക്കാൻ പോവുകയാണ് അമ്മേനെ. അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പ്രതീക്ഷിക്കാൻ സാധ്യതയില്ല. കേക്കിൻ്റെ കാര്യമൊന്നും രാത്രി നമ്മളിതിന് മുന്നേ വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാത്തതുകൊണ്ട് ഇത്തവണ പ്രതീക്ഷിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അപ്പോൾ നമുക്ക് അമ്മേനെ വിളിച്ച് പറയാം. ഹലോ അമ്മ, അടുക്കളയിൽ നല്ല ഗ്യാസിന്റെ വേണം. ഫുള്ള് എന്താന്ന് അറിയില്ല, ഞാൻ ഓഫാക്കി നോക്കി, പക്ഷെ അറിയില്ല എന്താന്ന്. നല്ല മണമില്ലേ അമ്മ? ഹാപ്പി ബർത്ത്ഡേ. സ്മെല്ലില്ലേ നന്നായിട്ട്? തോന്നില്ല, പറ്റിച്ചതാണ്. ഇങ്ങോട്ട് വാ ഫ്രണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന കുറച്ചില്ലേ? ഇല്ല, അനുപോയി ലൈറ്റ് ശരിയാക്കൂ. ഗൈസ് കം ഓൺ. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അമ്മ അച്ഛൻ ഇന്ന് വരാൻ വൈകിയത് പിന്നെ എങ്ങനെ? അച്ഛൻ വൈകി വന്നത് എന്താ, കേക്ക് വാങ്ങാൻ പോയതാ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊന്നും അല്ല. പോയിരിക്കേ. അനുവിനറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. കേക്ക് മുറിക്കാം, കത്തി കൊടുക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഓക്കെ ശരി. സോ എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ, നമ്മളുടെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ സർപ്രൈസ് പൊളിഞ്ഞില്ല. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ശരി.